കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ആഴ്ചയിലും ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു അതിലൊരു കണ്ടിന്യൂഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തെക്കുറിച്ചാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം പഠിച്ചു. 1-ാമത്തെ വാക്യം മാത്രമേ നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ ആഴ്ചയിൽ. ഇനിയും ഏകദേശം 46 വാക്യങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ഈ ആക്സ് 2 വേഴ്സ് 2 to 47 രണ്ട് 46 വാക്യങ്ങൾ നമ്മളിന്ന് ചിന്തിക്കണം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ വാക്യത്തിൽ 1-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ച തരത്തിൽ അപ്പോസ്തലന്മാർ എവിടെ കൂടി, അവരെത്ര പേരുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അവരെന്തിനു വേണ്ടിയാണ് കാത്തിരുന്നത്, ഇങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അവരെവിടെ കൂടി എന്നതിന് നമുക്ക് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ ഒരു തെളിവില്ല, അങ്ങനെ പറയുന്നില്ല. എങ്കിലും മർക്കോസിൻ്റെ മാളിക മുറിയിൽ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലുള്ള ഏതോ മുറിയിൽ അദ്ദേഹം കൂടിയെന്ന് ഒരു ക്രിസ്ത്യൻ ട്രഡീഷൻ ഉണ്ട്. അതിനുള്ള കാരണങ്ങളും നമ്മൾ പറഞ്ഞു. അത് ശരിയോ തെറ്റോ നമുക്ക് അറിഞ്ഞാൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നില്ല. അതൊക്കെ അങ്ങനെയുള്ള ഒരു പഠനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നില്ല. എത്ര പേര് കൂടിയെന്ന കാര്യത്തിൽ നമുക്ക് തീർച്ചയില്ല. എന്തായാലും 12 പേരുണ്ടായിരുന്നു എന്ന് നമുക്ക് നല്ല തീർച്ചയുണ്ട്. 120 പേരുണ്ടായേക്കാം, അതിനും സാധ്യതയുണ്ട്. നമുക്ക് അതിനകത്ത് വിരോധമില്ല. 12 പേരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അവരെന്തിനാണ് കൂടിയത് നമ്മൾ പഠിച്ചു. പിതാവിൻ്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ നിങ്ങളുടെ മേൽ പകരുമെന്നുള്ള പിതാവിൻ്റെ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടിയാണ് അവരുടെ കൂടിയത് എന്നുള്ളത് മനസ്സിലാക്കി. അത് എന്തിനു വേണ്ടിയാണ് പിതാവിൻ്റെ വാഗ്ദത്തം? അതാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ച ഒരു വലിയൊരു പ്രധാനപ്പെട്ട വിഷയം. അതാണ് എന്തിനു വേണ്ടിയാണ് പിതാവിൻ്റെ വാഗ്ദത്തം, പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ മേൽ പകരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനല്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു മനസ്സിലാക്കി. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടിയല്ല പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അന്ന് ഉണ്ടായത്. കാരണം അതിനു മുമ്പ് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്തിനാണ് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച എന്ന വാഗ്ദത്തം നൽകുന്നതെന്ന് വ്യക്തമായിട്ട് യേശു പറയുന്നുണ്ട്. നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും ബാക്കി എല്ലായിടത്തും, ലോകത്തിലെല്ലായിടവും എൻ്റെ സാക്ഷികൾ ആകും. സാക്ഷികളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സാക്ഷികളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ചുമിരിക്കുന്നു, ഞാൻ എൻ്റെ സാക്ഷിയാണ്. ഞാൻ നിയമപരമായി സാക്ഷിയാണ്, ചരിത്രപരമായി ഞാൻ അതിന് സാക്ഷിയാണ്. ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാനിത് മാറ്റി പറയുക ഇല്ല. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് അത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ കാണുന്നത്. 2-ാമത്തെ വാക്യം മുതൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ. ഓക്കെ, അത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ കഴിഞ്ഞുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നടക്കുന്നതിനെക്കുറിച്ച്, അന്ന് എന്താണ് അവിടെ സംഭവിച്ച് എന്നതിനെക്കുറിച്ച് പറയുന്നു. അത് കഴിയുമ്പോൾ ഇത് കേട്ട ജനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പത്രോസിൻ്റെ 1-ാമത്തെ പ്രസംഗമുണ്ട്. പത്രോസ് അന്ന് 2 പ്രാവശ്യമാണ് പ്രസംഗിക്കുന്നത്. പത്രോസിൻ്റെ 1-ാമത്തെ പ്രസംഗം പറയുന്നു. പത്രോസിൻ്റെ 1-ാമത്തെ പ്രസംഗത്തിൽ പരിശുദ്ധാത്മ പകർച്ചയുടെ ആത്മീയമായ അർത്ഥം എന്താണ് എന്നാണ് പത്രോസ് പറയുന്നത്. 1-ാമത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അതിനോടുള്ള ജനത്തിൻ്റെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ജനം എന്ത് ചെയ്യണം എന്ന കാര്യം, ജനം എന്ത് ചെയ്യണം, എങ്ങനെയാണ് ജനം ഇതിനോട് പ്രതികരിക്കേണ്ടത്, അവരെങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത്, അതാണ് പത്രോസിൻ്റെ 2-ാമത്തെ പ്രസംഗം. 2-ാമത്തെ പ്രസംഗം മുഴുവനുമില്ല, ചുരുക്കമായി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് ജനം എന്ത് ചെയ്തു, ഇതിൻ്റെയൊക്കെ ഫലം എന്തായിരുന്നു, പരിശുദ്ധാത്മ പകർച്ചയുടെ ഫലം, പത്രോസിൻ്റെ 1-2 പ്രസംഗത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിനകത്ത് ഇനിയുള്ളത്. നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് പോകണം. നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി ഇരിക്കണം. ഒരു പക്ഷേങ്കിൽ ഇന്നലെ ഞാൻ നിങ്ങളോട്, കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ പക്ഷേ ചിന്തിച്ചതുപോലെ ആയിരിക്കത്തില്ല നമ്മൾ വചനം ഓരോ വാക്യങ്ങളെടുത്ത്
വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത്. നമുക്കൊന്ന് വായിക്കാം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ആ വാക്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതകൾ കുറവാണ്, കാരണം സമയത്തിൻ്റെ പരിമിതികളുണ്ട്. ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇത്രയും കാര്യങ്ങളാണ്. ആകാശത്ത് നിന്ന് ഒരു വലിയ മുഴക്കം ഉണ്ടായി. ഇങ്ങനെ തന്നെയാണോ വാക്യത്തിൽ നിങ്ങൾക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുക? അങ്ങോട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. നിങ്ങൾ നോക്കുന്നത് നല്ലതാണ്, ഫോളോ ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. ആകാശത്ത് നിന്നൊരു വലിയ മുഴക്കമുണ്ടായി, അത് കൊടിയ കാറ്റടിക്കുന്ന പോലെയുള്ള ശബ്ദമായിരുന്നു. അപ്പോൾ വലിയ കാറ്റടിക്കുന്ന പോലെയുള്ള വലിയൊരു ശബ്ദം ഉണ്ടായി. കാറ്റടിച്ചു എന്നല്ല, കാറ്റടിക്കുന്ന പോലെയുള്ള ശബ്ദമുണ്ടായി. ഈ ശബ്ദം വലിയൊരു മുഴക്കമായിരുന്നു, ഭയങ്കര മുഴക്കമായിരുന്നത് കൊണ്ട് അവർ ഇരുന്ന മാളിക മുറി നിറഞ്ഞു എന്ന് അവർക്ക് അനുഭവപ്പെട്ടു. ആ മുറി നിറച്ച് ഈ ശബ്ദം നിറഞ്ഞു എന്ന് അനുഭവപ്പെട്ടു. ഒരു പ്രത്യേകമായ അനുഭവമാണത്. നമ്മളിരിക്കുന്ന മുറി മുഴുവൻ ഈ ശബ്ദം അങ്ങ് നിറഞ്ഞു. ഇനി അതിനകത്ത് യാതൊന്നും കയറത്തില്ല, യാതൊന്നും കയറാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക. മുഴുവൻ ശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇതിൻ്റെ അകത്ത് ഇനി വായു പോലും ഇനി കയറാനുള്ള സ്ഥലമില്ല. അങ്ങൊരു പ്രത്യേകമായ ഫീലിങ്ങിലേക്ക് അവർ വന്നു. അതിനുശേഷം ചില നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർക്ക് പ്രത്യക്ഷമായത് ചില നാവുകളാണ്. അവ അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്നവ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അഗ്നിജാലയല്ല അവരുടെ മേൽ വീണത്, ചില നാവുകളാണ്. ആ നാവുകളുടെ ഷേപ്പാണ് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്നവയായിരുന്നു. ഷേപ്പ് തന്നെ ആവണമെന്നുണ്ടോ, നിറവും അങ്ങനെ ആകിക്കൂടായോ? നിറവും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്നവ ആയിരുന്നു മാത്രമേ വേദപുസ്തകത്തിൽ പറയുന്നുള്ളൂ. അപ്പം അഗ്നിജാല പിളർന്നിരിക്കുന്നവയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഷേപ്പ് അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്നവയായിരുന്നു നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയും. ഇനി അടുത്തത് അന്നോട് സംഭവിച്ചത് ഈ വാക്യത്തിൽ പറയുന്നതനുസരിച്ച് ഈ നാവുകൾ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ ഒരേ അളവിൽ ഓരോ വ്യക്തിയുടെ മേലും പ്രത്യേകമായി പതിച്ചു. അപ്പോൾ ആത്മാവിൻ്റെ പകർച്ചയ്ക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല, ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അപ്പോൾ 120 പേരുണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചോളൂ. ഈ 120 പേരിൽ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുണ്ടായിരുന്നു. അല്ലാതെ കുറേ പേരുണ്ടായിരുന്നു, സഹോദരിമാരുണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു. എല്ലാവരുടെ മേലും ആത്മാവിൻ്റെ പകർച്ച ഒരേ അളവിലാണ് ഉണ്ടായത്, ഒരേ അളവിലുണ്ടായി. ഓരോരുത്തരുടെ മേലും പ്രത്യേകമായ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടായി. അപ്പോൾ ആത്മാവിൻ്റെ പകർച്ചയ്ക്ക് ഒരു വ്യത്യാസവും ഉണ്ടായില്ല. ഇപ്പോൾ സുവിശേഷ വേലയ്ക്കായിട്ട് വിളിക്കപ്പെട്ടവനെന്നും വിളിക്കപ്പെടാത്തവനെന്നും എന്നൊരു വ്യത്യാസത്തിലല്ല ആത്മാവിൻ്റെ പകർച്ച ഉണ്ടായത്. അപ്പോസ്തലന്മാരും അപ്പോസ്തലന്മാരല്ലാത്ത സാധാ വിശ്വാസികളും എന്ന നിലയിലല്ല ആത്മാവിൻ്റെ പകർച്ച ഉണ്ടായത്. അങ്ങനെ ഒന്നുകൂടെ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പകർച്ച ഉണ്ടായതായിട്ട് വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടുമില്ല. അതൊക്കെ പിന്നീട് നമ്മുടെ ഇടയിൽ ഉണ്ടായ കാര്യമാണ്. കുറച്ച് പേരൊക്കെ അഭിഷിക്തന്മാർ, വളരെ വിശേഷാൽ അഭിഷിക്തന്മാരായിട്ടുള്ള ആൾക്കാരും സാധാ വിശ്വാസികളും ഒക്കെ പിന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള കീഴ്വഴക്കങ്ങളാണ് അതൊക്കെ. ആത്മാവിൻ്റെ പകർച്ചയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ എത്ര പേരുണ്ടായിരുന്നോ അത്രമേൽ പേരുകൾ ഒരേ അളവിൽ ഒരേ രീതിയിൽ പ്രത്യേകമായി പകർന്നു. ഒരാളുടെ കൈ വേറെ ആൾ പിടിച്ചേക്കുന്നതുകൊണ്ട് അയാളിലൂടെ പകർന്ന് മറ്റാളിലേക്ക് പോയതല്ല. ആത്മാവ് പ്രത്യേകമായി ഓരോരുത്തരുടെ മേലും പ്രത്യേകമായിട്ട് പകർന്നു. അങ്ങനെ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടായപ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചു. യോഹന്നാൻ നിങ്ങളെ വെള്ളത്താൽ എങ്ങനെ സ്നാനപ്പെടുത്തി, അതുപോലെ തന്നെ നിങ്ങൾ ആത്മാവിനാൽ സ്നാനപ്പെടും. വെള്ളത്തിൽ നിങ്ങൾ മുങ്ങി സ്നാനപ്പെട്ടപ്പോൾ വെള്ളം കൊണ്ട് നിങ്ങൾ മൊത്തമായി മൂടിയതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും മൂടും. അപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലും നിങ്ങളുടെ കാലിൻ്റെ പാദത്തിൻ്റെ അടിവശവും നിങ്ങളുടെ വശങ്ങളിലും എല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് അത് മൂടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി. അതിനുശേഷം 6-ാമത്തത്, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇവിടെ 2 വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒന്ന് ഇതിൽ തന്നെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒന്ന്, അവർ നേരത്തെ പഠിച്ചു വെച്ച ഒരു ഭാഷയല്ല അവർ പറഞ്ഞത്. അവർ നേരത്തെ പഠിച്ചു വെച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ളൊരു ഭാഷയല്ല അവർ പറഞ്ഞത്. രണ്ടാമത്,
ഇവർക്ക് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവരാരും ഈ ഭാഷ തിരഞ്ഞെടുത്തതല്ല. അന്യഭാഷ നമ്മളാരും തിരഞ്ഞെടുക്കുന്നത് അല്ല. നമുക്ക് ഇന്ന ഇത് കൊള്ളാം, ഈ അന്യഭാഷ കൊള്ളാം, അല്ലെങ്കിൽ ആ ദൈവദാസൻ പറയുന്ന അന്യഭാഷ കേൾക്കാനൊരു സുഖമുണ്ട്, എന്നാൽ അതിലെ ഒരെണ്ണം എനിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ച് തിരഞ്ഞെടുക്കുന്നതല്ല അന്യഭാഷ. അങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവാണ് തീരുമാനിക്കുന്നത് ഏത് ഭാഷയാണ് ഒരാൾ സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമ്മളോട് ചോദിച്ചിട്ടാണോ? അല്ല, നമ്മളോട് ചോദിച്ചിട്ടല്ല, നമ്മളോട് ചർച്ച ചെയ്തിട്ടല്ല, നമ്മുടെ സ്വഭാവം നോക്കിയല്ല, നമ്മുടെ രീതി നോക്കിയല്ല, നമ്മൾ പറയുന്ന ഭാഷ നമ്മുടെ മാതൃഭാഷ നോക്കിയല്ല. പരിശുദ്ധാത്മാവിൻ്റെ സർവാധികാരം ഉപയോഗിച്ച് അവരൊരു ഭാഷ അങ്ങ് തീരുമാനിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സർവാധികാരം ഉപയോഗിച്ച് അവനൊരു ഭാഷ തീരുമാനിക്കുകയും പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതെന്താണോ അതവർ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഒരു സംഭവം നടന്നത്. പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ സംസാരിച്ചു. രണ്ടാമത്, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അന്യഭാഷയിൽ എന്നല്ല പറഞ്ഞത്, അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിലാണ് സംസാരിച്ചത്. അപ്പോൾ അവരെല്ലാം അന്യഭാഷകളിലാണ് സംസാരിച്ചത്, ഒരു ഭാഷയിലല്ല സംസാരിച്ചത്. അപ്പോൾ ഇത് മാനവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ പലരുടെയും മേൽ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഉണ്ടായിട്ടുണ്ട്. പകർച്ച ഉണ്ടായപ്പോൾ ചിലരൊക്കെ എന്ത് ചെയ്തു? ശാരീരികമായി ശക്തരായിട്ട് മാറി. ചിലരൊക്കെ ഭീരുത്വം മാറി, അവർക്ക് ധൈര്യമുണ്ടായി. ചിലരൊക്കെ പ്രവചനങ്ങൾ പറഞ്ഞു. പൊതുവെ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മ പകർച്ചയുടെ അടയാളം പൊതുവെ എന്തായിരുന്നു? പ്രവചനമായിരുന്നു പൊതുവെയുള്ള അടയാളം. ഈ പ്രവചനം മാത്രമല്ല, ചില ശാരീരികമായി ശക്തരായ, ചിലർ ഭീരുത്വം മാറി, ചിലരൊക്കെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു. ഇപ്പം ദൈവത്തിൻ്റെ ആലയം പണിയുവാനായി ദൈവം തിരഞ്ഞെടുത്ത ആളുകളൊക്കെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ, അങ്ങനെ വിവിധങ്ങളായ നിലകളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു പകർച്ചയും ഒരു നിറവും ഉണ്ടായി. പക്ഷെ അവരാരും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചില്ല. അപ്പോൾ അന്യഭാഷയിൽ എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ചിന്തിക്കരുത് അവരെല്ലാവരും തന്നെ എബ്രായ ഭാഷയോ അരാമ്യ ഭാഷയോ സംസാരിക്കുന്നവരായിരുന്നു. അന്യഭാഷയിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ ലാറ്റിനോ അല്ലെങ്കിൽ ഗ്രീക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയോ പറഞ്ഞില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അന്യഭാഷ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. അതെന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അതിൻ്റെ ഒന്നും ഉത്തരവാദികളല്ല. അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ഇല്ല. ഇങ്ങനെ ഇരിക്കണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും നമുക്കില്ല. ഇംഗ്ലീഷ് മാത്രമേ ഞാൻ പറയത്തുള്ളൂ, ഹിന്ദി പറയത്തുള്ളൂ, ഇത് നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. നമുക്ക് ഇത്ര മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. ആത്മാവ് അവർക്ക് നൽകിയത്, ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. നമ്മളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആത്മാവ് നമുക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. വേറൊന്നും നമുക്കറിയത്തില്ല. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സർവാധികാരത്താൽ, സോവറിനിറ്റിയിൽ അവൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ആത്മപകർച്ച ഉണ്ടായപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കൂട്ടം ജനം, അത് പഴയ നിയമത്തിൽ സംഭവിച്ചിട്ടില്ല. ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാറുണ്ട്, ആ വ്യക്തിയുടെ മേൽ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു കൂട്ടം ജനത്തിൻ്റെ മേൽ, ഒരു പക്ഷേങ്കിൽ ആലയം നിർമ്മിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത ഒരു ചെറിയൊരു കൂട്ടമുണ്ടായിരുന്നു, അവരുടെ മേൽ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പകർന്ന് വായിക്കുന്നുണ്ട്. അല്ലാതെ ഒരു വലിയൊരു കൂട്ടം ജനത്തിൻ്റെ മേൽ ആത്മാവിനെ പകരുകയും അവരെ അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുക, അതൊരു പുതിയ കാര്യമാണ്. അന്യഭാഷ സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനിയും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെന്തിക്കോസ് ഉത്സവത്തിൻ്റെ കാലമായി. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദമായി ചിന്തിച്ച് എന്താണ് പെന്തിക്കോസ് ഉത്സവം എന്നൊക്കെ പറയുന്നത്. പെന്തിക്കോസ് ഉത്സവത്തിൻ്റെ കാലം അതുകൊണ്ട് ഏകദേശം 15 പ്രദേശങ്ങളിൽ നിന്നുള്ളവർ വന്നതായിട്ട് വേദപുസ്തകത്തിൽ ലിസ്റ്റുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:9 മുതൽ 10 വരെ വായിക്കണ്ട. പല ഭാഷക്കാരുടെ പ്രദേശങ്ങളിലൊക്കെ പേരുകൾ വെക്കുക, നമുക്കതൊന്നും വായിച്ചിട്ട് വലിയ കാര്യങ്ങൾ. ഏകദേശം 15
പ്രദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ സമയത്ത് തന്നെ, പ്രത്യേകിച്ച് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം മുതൽ, ഗ്രീക്ക് സാമ്രാജ്യം ഇവരെ ആക്രമിച്ച കാലഘട്ടം മുതൽ, പ്രത്യേകിച്ച് അതിന് മുമ്പും ഉണ്ടായിരുന്നു, ഈ യഹൂദന്മാർ പല സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ ചെതറി അവർ പാർത്തു, അവർ പോയി താമസിച്ചു. ആണ് ഒരു സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം വന്നപ്പോഴേക്കും അവരുടെ രാജ്യം വലിയ വിശാലമായതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. കാരണം ഒറ്റ സാമ്രാജ്യമാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും പല സ്ഥലങ്ങളിലേക്ക് പോയി ചെതറി അവർ താമസിച്ചു. ട്രേഡിന് വേണ്ടി, വ്യാപാരത്തിന് പോയവരുണ്ട്. അങ്ങനെയൊക്കെ താമസിച്ചവർ തലമുറകളാണ് ഇപ്പോൾ പലപ്പോഴും ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ 15 ഗ്രൂപ്പ് ഉണ്ടായിരുന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ട് വേദപുസ്തകത്തിൽ, ലിസ്റ്റ് പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു വാക്യം കൂടെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 2:5. അത് വായിച്ചേ. അപ്പോൾ നോക്കിയേ, ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും എന്ന് പറഞ്ഞപ്പോൾ, ആകാശത്തിന് കീഴിലുള്ളവരെന്ന് പറയുമ്പോൾ അവർ ജപ്പാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഉള്ളവരുണ്ടായിരുന്നു എന്നാണ് അതിനർത്ഥം. അങ്ങനെയില്ല. അന്നത്തെ ഒരു കാഴ്ചപ്പാടനുസരിച്ചുള്ള ആകാശത്തിന് കീഴാണ്. ഇക്കത്തെ പോയിന്റ്. അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ചുള്ള ഒരു വിശാലമായ ലോകം, ആ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലോകമെല്ലാം പേർ വഴി ചാർത്തണം എന്ന് റോമൻ ചക്രവർത്തിയുടെ കൽപ്പന ഉണ്ടായി എന്ന് നമ്മൾ വായിച്ചാൽ അതിനർത്ഥമെന്ന് പറയുന്നത്, ഈ ലോകത്തിലുള്ള കേരളത്തിലുള്ളവരും ജപ്പാനിലുള്ളവരും മലേഷ്യയിലുള്ളവരും എല്ലാം അവിടെ ചെല്ലണമെന്നല്ല പറഞ്ഞതിനർത്ഥം. അവർക്കന്ന് അറിയാമായിരുന്ന ഒരു ലോകം, ആ ലോകത്തിലുള്ളവരെല്ലാവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആകാശത്തിന് കീഴിലുള്ളവർ എല്ലാം എന്ന് പറഞ്ഞാൽ അന്ന് അവർക്കറിയാവുന്ന വിശാലമായ ഒരു ലോകമുണ്ടായിരുന്നു. അതിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം യഹൂദന്മാർ പോയി താമസിച്ചിരുന്നു. ആ യഹൂദന്മാരെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഈ വർഷത്തിൽ 3 പ്രാവശ്യം അവർ എന്ത് ചെയ്യണം? യെരുശലേമിലേക്ക് വരണം. അതിലൊന്നാണ് പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ ദിവസം. അതുകൊണ്ട് അവിടെ നിന്നും അവരെല്ലാവരും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തീർത്ഥാടന യാത്ര പോലെ അവർ യെരുശലേമിലേക്ക് വന്നിട്ടുണ്ട്. അവർ യെരുശലേമിൽ വന്നിട്ടുണ്ട്. ഇനിയും ഇവർ വന്ന കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? യഹൂദന്മാർ മാത്രമല്ല ഉണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾക്ക് അറിയാവുന്നൊരു സംഭവമുണ്ട്. ഈ പെന്തക്കോസ്ത് നാളിൽ വന്നിട്ട് തിരിച്ചു പോയ വഴിക്കാണ് ഷണ്ണനെ ഫിലിപ്പോസ് കണ്ടുമുട്ടുന്നത്. ഷണ്ണൻ ഒരു യഹൂദനല്ല, അദ്ദേഹം ഒരു ജാതീയനാണ്. അതിനെക്കുറിച്ച് വേദോസ്തം പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2 എനിക്ക് ഒന്ന് 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ യഹൂദന്മാരും യഹൂദ മത അനുസാരികളും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ യഹൂദ മതം അനുസരിക്കുന്നവരും അവർ ജാതീയരാണ്. അവർ ജാതീയർ എന്ന് പറഞ്ഞാൽ ആരായി? ജാതീയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചുള്ളതും പിന്നെ യഹൂദന്മാർ, സമുദായക്കാർ, വിശ്വാസികൾ, പിന്നെ ജാതീയർ, പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ 3-4 ഡിവിഷനോടെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കും. ഈ വേദപുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ജാതീയർ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാത്തവരെല്ലാം നമ്മളെല്ലാമാണ് ജാതീയർ എന്ന് പറയുന്ന വിഭാഗം, ജെൻറ്റൈൽസ് എന്ന് പറയുന്ന വിഭാഗം. യഹൂദനും ജാതീയനും 2 വിഭാഗമേ ഉള്ളൂ. അല്ലെങ്കിൽ ജാതീയർ എന്ന് പറയുന്ന വിഭാഗമാണ് നമ്മളെല്ലാവരും എന്ന് പറയുന്നത്. അപ്പോൾ യഹൂദ മതാനുസാരികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പോയി ചെതറി പാർത്തടത്തെല്ലാം അവരുടെ ദൈവത്തെ, യഹൂദന്മാർ യഹോവ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അവരുടെ സിനഗോഗുകളിൽ, പല സ്ഥലങ്ങളിലുമുള്ള അവരുടെ സിനഗോഗുകളിൽ ഈ ജാതീയരായ ആൾക്കാർക്ക് വിശ്വസിക്കുന്നുവെങ്കിൽ വരുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വരുകയും കേൾക്കുകയും ദൈവവചനം വായിക്കുന്ന കേൾക്കുകയും ഒക്കെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അങ്ങനെ പല ആൾക്കാരും എന്ത് ചെയ്തു? യഹൂദ മതത്തിൽ വിശ്വസിക്കുന്നവരായിട്ട് മാറി. അങ്ങനെ യഹൂദ മതത്തിൽ വിശ്വസിച്ച ജാതീയരായിട്ടുള്ള ആളുകൾ, ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് നമ്മൾ കണ്ട ഷണ്ണനും. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ്, ജാതീയനാണ്, പക്ഷെ അവൻ യഹൂദ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ യഹൂദ മതത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു? യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ അവർ ഒരുമിച്ച് കൂടി. അവർ ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ ഉത്സവം ആചരിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടി. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുണ്ടായിരുന്നു, യഹൂദ മത അനുസാരികളായിട്ടുള്ള ജാതികളും ഉണ്ടായിരുന്നു. ഇനി ഇവർ ഈ കൂടിയിരിക്കുന്ന വലിയൊരു കൂട്ടം ജനം എനിവേ ഇങ്ങനെ വലിയൊരു കൂട്ടം ജനം ഉണ്ടായിരുന്നു മാത്രം നമുക്ക് മനസ്സിലാക്കാം. ഇവർ ഈ അപ്പോസ്തലന്മാർ ഇങ്ങനെ അന്യഭാഷ പറയുന്നതും കേട്ടിട്ട് 2-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? ചോദ്യത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഗലീലക്കാർ പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്.
അവർ പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്, എടുത്തിയാട്ടക്കാരാണ്, അവർ കുറച്ചുകൂടെ തീവ്രവാദികളാണ്. ഇങ്ങനെ കുറേ സ്വഭാവങ്ങൾ ഗലീലക്കാർക്കുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും ഗലീലക്കാർ അല്ലയോ? പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവർ, അല്ലയോ? പിന്നെ പിന്നെ നമ്മൾ ജനിച്ച സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഇവിടെ ഒരു തുടക്കത്തിൽ നമ്മൾ വായിച്ച വാക്യം എന്ന് പറയുന്നത് എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു എന്നാണ്. പക്ഷെ അങ്ങനെ തന്നെയാണോ? അവിടെ കൂടിയിരുന്ന എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു എന്നാണോ? വായിക്കാം നമുക്ക്. 2-ാമത്തെ അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ. അപ്പോൾ നീണ്ട ലിസ്റ്റ് പറഞ്ഞ ശേഷം പറഞ്ഞ് ഈ നമ്മുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞെന്താണ്? ഈ അപ്പോസ്തലന്മാർ പറയുന്നത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ്. വീണ്ടും വായിച്ചാട്ടെ. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. വീണ്ടും നമ്മൾ വായിക്കുകയാണ്, എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ രണ്ടാമതൊരു കൂട്ടരുണ്ട്, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു. അപ്പം എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു എന്ന് പറയുന്നതിനകത്ത് അവിടെ കൂടിയിരിക്കുന്ന 100% ആൾക്കാരും ഇല്ല. 100 പേര് കൂടിയിട്ടുണ്ടെങ്കിൽ 100 പേര് ഇല്ല. 100 പേരില്ല. എന്താ 100 പേരില്ലെന്ന് ഞാൻ പറയാൻ കാര്യം? വേറെ ഒരു കൂട്ടം ആൾക്കാർ എന്തോ പറഞ്ഞു? ഒരു കൂട്ടം ആൾക്കാർ ഭ്രമിച്ചു ചഞ്ചലിച്ചു. അവർ പറഞ്ഞു ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. വേറൊരു കൂട്ടർ എന്ത് പറഞ്ഞു? ഇവർ പുതുവീഞ്ഞ് കുടിച്ച് മത്തരായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവരെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്നർത്ഥം. അങ്ങനെയല്ലേ അവർ പറഞ്ഞതിനർത്ഥം? ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നു, നമുക്കത് മനസ്സിലാകുന്നതേ ഇല്ല. അപ്പം എന്ന് പറഞ്ഞാൽ അപ്പോൾ അന്യഭാഷ പറഞ്ഞത് അവർ കേട്ടപ്പോൾ അവരിൽ ഒരു കൂട്ടം ജനം പറഞ്ഞു ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. വേറൊരു കൂട്ടർ പറഞ്ഞു ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു, ഇവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല. അപ്പോൾ നോക്കി, അവിടെ 100 പേര് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താണെന്ന് 100 പേർക്കും മനസ്സിലായിരുന്നുണ്ടെങ്കിൽ 100 പേരും എന്ത് പറഞ്ഞേനെ? ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞേനെ. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞു നമുക്കിതെന്താണെന്ന് മനസ്സിലാകുന്നില്ല, ഇവിടെ കുറേ ബഹളമൊക്കെ നടക്കുന്നു, ഇവരെന്തൊക്കെയോ ബഹളം ഉണ്ടാക്കുന്നു, എന്താ പറയുന്നത് മനസ്സിലാകുന്നു പോലുമില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഇവര് പുതുവീഞ്ഞ് കുടിച്ച് മത്തരായിരിക്കുകയാണ്, അതിൻ്റെ കുറെ പേക്കൂത്തുകളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? 2 കൂട്ടം ആൾക്കാരുണ്ട്. അതിലൊരു കൂട്ടർക്ക് അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞു എന്ന് മനസ്സിലായി, മറ്റൊരു കൂട്ടർക്ക് അവരെന്ത് പറഞ്ഞു എന്ന് മനസ്സിലായില്ല. ഇസ് ദാറ്റ് വെരി ക്ലിയർ? അപ്പോൾ ഒരു കൂട്ടർക്ക് അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞു എന്ന് മനസ്സിലായി, മറ്റൊരു കൂട്ടർക്ക് അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞു എന്ന് മനസ്സിലായില്ല. മനസ്സിലായവർ പറഞ്ഞു ഇവർ പറഞ്ഞത് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളാണ്. മനസ്സിലാകാത്തവർ പറഞ്ഞു ഇവർ പുതുവീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പറയുന്ന കേട്ടിട്ട് ഒരു യഹൂദനും ഇവർ പുതുവീഞ്ഞ് കുടിച്ച് മത്തരായി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്ന് പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ പറഞ്ഞേനെ. പക്ഷെ ഒരു കൂട്ടർക്ക് അത് പറയാൻ കഴിയാതിരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് അപ്പോസ്തലന്മാർ പറഞ്ഞത് മനസ്സിലായില്ല. ഒരു കൂട്ടം പേർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. അതുകൊണ്ടാണ് നമ്മളവിടെ വായിക്കുന്നത് ഇവർ നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാഷയെ സംസാരിച്ച് കേട്ടവർ പോലും കുറച്ച് പേരേ ഉള്ളൂ, എല്ലാവരും അങ്ങനെ കേട്ടില്ല എന്നർത്ഥം. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ കേൾക്കാതെ പോയത്?
എന്തുകൊണ്ടാണ് കുറച്ച് പേർക്ക് മാത്രം ഇവർ പറഞ്ഞത് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടു, കുറച്ച് പേർക്ക് അങ്ങനെ ബോധ്യപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? നമുക്കൊരു വേറെ വാക്യം വായിക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തികൾ 13:48 നോക്കിയേ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ അവരെല്ലാവരും ദൈവവചനത്തിൽ സന്തോഷിച്ചു എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിത്യജീവനായി നിയമിക്കപ്പെട്ടവരും നിത്യജീവനായി നിയമിക്കപ്പെടാത്തവരുമുണ്ട്. ഒരു ക്രൗഡിനെ നമ്മൾ എടുക്കുക, ഒരു ക്രൗഡിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ സുവിശേഷം സംസാരിച്ചു നോക്കിയേ, ഒരു ക്രൗഡിനോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ എല്ലാവരും സ്വീകരിക്കാറില്ല, എല്ലാവർക്കും അത് മനസ്സിലാകാറ് പോലും ഇല്ല. എന്നാൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നോട് പറയാറുണ്ട്, സാറ് ഇങ്ങനെ ബൈബിൾ ക്ലാസ്സൊക്കെ എടുക്കും, പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല, എല്ലാവരും ഗ്രഹിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, ഇച്ചിരി വിദ്യാഭ്യാസവും ബോധവും ഒക്കെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഡിയൻസിന് മാത്രമേ സാറ് പറയുന്നത് മനസ്സിലാകത്തുള്ളൂ എന്ന് എന്നോട് പല ആൾക്കാരും പറയാറുണ്ട്. ചിലരോട് ഞാൻ മറുപടി പറയും, ചിലരോട് ഞാൻ അങ്ങനെ ആയിരിക്കാം, സോക്കെ, നമുക്കെന്താ വേണം, അത് അവരോട് തർക്കിക്കാൻ പോകേണ്ട കാര്യം നമുക്കില്ലല്ലോ. ഒരിക്കലും എന്നെ തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ വിളിച്ചു. തിരുവനന്തപുരത്ത് അവിടെ ഒരു മിലിറ്ററി ക്യാമ്പുണ്ടല്ലോ, എന്താ സ്ഥലത്തിൻ്റെ പേര്? പാപ്പനംകോടോ, കഴക്കൂട്ട ഭാഗത്ത്, പാങ്കോടോ ഇല്ലേ, അതിനടുത്തു നിന്ന് എന്നെ വിളിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എന്നെ ഫോണിൽ വിളിച്ചു. എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ വീഡിയോ ഞാൻ കണ്ടു, എന്നിട്ട് ഈ വീഡിയോയിൽ ഞാൻ എന്തെല്ലാമാണ് ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വ്യക്തമായിട്ട് അയാൾ എന്നോട് പറഞ്ഞു. സാർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇതെൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു, എന്നോട് ഇടപെട്ടു, കൃത്യമായിട്ട് ആളതെല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ വീഡിയോ അയാൾക്ക് മനസ്സിലായെന്ന് മനസ്സിലായി ഇല്ലേ? അയാൾക്ക് മനസ്സിലായി, ഇല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. അയാൾക്ക് മനസ്സിലായി. അയാൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ബ്രദർ എന്ത് ചെയ്യുന്നു? എന്നോട് ഈ സാധാരണ ഫോണിൽ പിടിച്ച വീഡിയോ കൊള്ളാമെന്ന് പറഞ്ഞൊക്കെ ഞാൻ ബ്രദർ കൊള്ളാം, ഓക്കെ, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് വിടത്തേ ഉള്ളൂ. നമ്മളത് കൂടുതലും പ്രാധാന്യം ഇതിന് കൊടുക്കാറില്ല. അപ്പോൾ പക്ഷേ ഇദ്ദേഹം ഈ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അതൊക്കെ മനസ്സിലായിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്ത് പറയും. എന്നോട് ഇങ്ങനെ പറയും, ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇന്ന കാര്യങ്ങൾ എന്നോട് ഹൃദയത്തോട് സംസാരിച്ചു, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതെല്ലാം ആൾ എന്നോട് പറഞ്ഞപ്പോൾ അയാൾക്കത് മനസ്സിലായിട്ടുണ്ട്, വീഡിയോ കണ്ട് മനസ്സിലായി. ഞാൻ ചോദിച്ചു, ബ്രദർ എന്ത് ചെയ്യുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഒരു കൽപ്പണി മേശയുടെ കൂട്ടത്തിലെ ഹെൽപ്പറായിട്ട് പോകുന്ന ആളാണ്, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വീഡിയോ ഒക്കെ കേൾക്കാം എന്ന് മാത്രമേ ഉള്ളൂ, വായിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ കൽപ്പണി കഴിയുന്ന സമയത്ത് ട്രാക്റ്റൊക്കെ കൊണ്ടുവന്ന് ആൾക്കാർക്ക് വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ ദൈവവചനം കേട്ട് മനസ്സിലാക്കാൻ നിങ്ങളുടെ വിദ്യാഭ്യാസമൊന്നും ആവശ്യം ഇല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല. ആ ധാരണ വളരെ തെറ്റാണ്. പിന്നെ എന്താണ് ആവശ്യമുള്ളത്? അതാണ് ഇതിനകത്ത് പറയുന്ന കാര്യം. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. എന്താണ് ആവശ്യമുള്ളത്? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ. അവന് മാത്രമേ ദൈവവചനം മനസ്സിലാകത്തുള്ളൂ. അവന് ഈ ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസമൊന്നും വേണമെന്നൊന്നുമില്ല. അവനെ ദൈവം നിത്യജീവനായി നിയമിച്ചിരിക്കുകയാണ്, തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവനത് മനസ്സിലാകും. അല്ലാത്തവർക്കാർക്കും മനസ്സിലാകില്ല. അപ്പോൾ അപ്പോസ്തലന്മാർ അന്യഭാഷയിൽ അവരെന്താണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പറഞ്ഞു. അതെന്തൊക്കെയാണ് പറഞ്ഞത് വാക്ക് നമുക്ക് അറിഞ്ഞൂടെ. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ അവർ അന്യഭാഷയിൽ പ്രസ്താവിച്ചു. അതൊരു പൊതുവായിട്ടുള്ള ദൂതല്ല അവർ പറഞ്ഞത്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ അവർ അന്യഭാഷയിൽ പ്രസ്താവിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ആ വലിയ ജനസമൂഹത്തിലുണ്ടായിരുന്നു. അവർക്കത് മനസ്സിലായി. നിത്യജീവനായി നിയമിക്കപ്പെടാത്തവരെന്ത് ചെയ്തു? അപ്പോസ്തലന്മാരെ പരിഹസിച്ചു. അവർക്കിത് കേട്ടിട്ട് മനസ്സിലായില്ല. ഇത് ഞാൻ പറയുന്നൊരു വ്യാഖ്യാനമാണോ, ഞാൻ കൊണ്ടുവന്ന വ്യാഖ്യാനമാണോ? നമുക്കൊരു വാക്യം കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിശദീകരിക്കുന്നില്ല. മത്തായി 13:13 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു പറയാണ്, അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതെയും ഇരിക്കയാൽ
ഞാൻ കൂടുതൽ വായിക്കുന്നില്ല, വാക്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേറെ വാക്യങ്ങളുണ്ട്. യേശുക്രിസ്തു തന്നെ പറയുകയാണ്, കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതെയും ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട്. എന്താ കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ ഈ ലെഫ്റ്റ് ഇയറിന് ഒരു ചെറിയ ഈ പ്രശ്നമുണ്ട്. പണ്ടുണ്ടായിരുന്നല്ല, പ്രായവായ്പ ഉണ്ടായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കുള്ള പ്രശ്നമെന്ന് പറയുന്നതാണ്, ചെറിയ പ്രശ്നമേ ഉള്ളൂ, വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു കുറച്ച് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ സംസാരിക്കുന്ന എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, ഓരോ വാക്ക് പോലും എനിക്ക് മനസ്സിലാകത്തില്ല. അങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഈ അടുത്ത സമയത്താണ് ഉണ്ടായതാ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി ഇങ്ങനെ അങ്ങ് പോകാനേ പറ്റത്തുള്ളൂ. ആൾക്കൂട്ടത്തിനിടെ ഇച്ചിരി ബഹളമൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് സംസാരിച്ചാൽ, ലുലു മാളിൽ പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിച്ചാൽ എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു വാക്ക് പോലും എനിക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ പറഞ്ഞെന്താന്ന് മനസ്സിലാകത്തില്ല. കേട്ടിട്ടും കേൾക്കാതെയും. അർത്ഥം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ അനുഭവിക്കുന്ന ആളാണ്. കേൾക്കുന്നുണ്ട്, പക്ഷെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. കണ്ടിട്ടും കാണാതെയും. അങ്ങനെ ഒരു അനുഭവമുണ്ട്. ആർക്കാണ് അനുഭവം ഉള്ളത്? നിത്യജീവനായി നിയമിക്കപ്പെടാത്തവർക്ക്. അവർ കേൾക്കും, പക്ഷെ കേൾക്കാതിരിക്കും. കാണും, പക്ഷെ കാണാതിരിക്കും. ഒന്നും അവര് ഗ്രഹിക്കത്തില്ല. അപ്പോൾ രണ്ടു കൂട്ടം ആൾക്കാർ രണ്ട് രീതിയിൽ പ്രതികരിച്ചു. ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, അപ്പോസ്തലന്മാർ പ്രസംഗിക്കുക, അന്യഭാഷയിൽ പറഞ്ഞത്, പ്രസംഗമായില്ല, അന്യഭാഷയിൽ പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അത് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളാണ്. വേറെ കൂട്ടർ പറഞ്ഞു, ഞങ്ങളും കുറെ കാര്യങ്ങളൊക്കെ കേട്ടു, ഒന്നും മനസ്സിലായില്ല, അതുകൊണ്ട് ഇവര് വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇനി നിത്യജീവനായി നിയമിക്കപ്പെട്ട ആൾക്കാർ, ഇനി ശ്രദ്ധിക്കണം, നിത്യജീവനായി നിയമിക്കപ്പെട്ട ആൾക്കാർ അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി നിത്യജീവനെ പ്രാപിച്ച് അവർ വീട്ടിലേക്ക് പോയി. നിത്യജീവനായി നിയമിക്കപ്പെട്ട ആൾക്കാർ അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താ, അന്യഭാഷയിൽ സംസാരിച്ചത് എന്താണെന്ന് മനസ്സിലാക്കി അവർ നിത്യജീവൻ പ്രാപിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. നിത്യജീവനായി നിയമിക്കപ്പെടാത്തവർക്ക് അപ്പോസ്തലന്മാർ അന്യഭാഷയിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായതുമില്ല, നിത്യജീവൻ പ്രാപിക്കില്ല. നിത്യജീവൻ പ്രാപിക്കാതെ അവർ വീട്ടിലേക്ക് പോയി. അവർ കാര്യം വലിയ ട്രാജഡിയായിട്ട് മാറി. ഇത് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം വന്നല്ലോ. കുറേ ആൾക്കാർ ഭ്രമിച്ചു, ചഞ്ചലിച്ചു. ഇവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പറയുന്നു എന്നവർ പറഞ്ഞു. വേറെ കുറേ ആൾക്കാർ അവരെ പരിഹസിച്ചു, ഇവര് വീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഇവരോട് അതിൻ്റെ ഒരു വിശദീകരണം പറയുവാൻ പത്രോസ് എഴുന്നേറ്റ് നിന്നു. പത്രോസ് എഴുന്നേറ്റിരിക്കുമ്പോൾ ബാക്കിയുള്ള 11 പേരോട് കൂടെ അവനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്നാണ് വചനം പറയുന്നത്. എല്ലാവരും ഒരുമിച്ചാണ് ദൂത് പറയുന്നത്. പത്രോസാണ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗം. അന്യഭാഷയിൽ അവൻ പറഞ്ഞത് പ്രസംഗമല്ല, അന്യഭാഷയിൽ പറഞ്ഞത് പൊതുവായ ഒരു സുവിശേഷ ദൂതൊന്നും അല്ല, അതൊരു സുവിശേഷ ദൂതല്ല. ഓക്കെ, അവന് ഒന്നാമതായിട്ട് പ്രസംഗിക്കാൻ പത്രോസ് എഴുന്നേറ്റിരുന്നു. പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം എന്താണ്? എന്താണ് പത്രോസ് പറയാനായിട്ട് പോകുന്നത്? നമുക്ക് വായിക്കാം. 2:33 ഒന്ന് വായിച്ചാട്ടെ. അത് പിന്നീട് വരുന്നൊരു വാക്യമാണ്, എങ്കിൽ നമുക്കൊന്ന് വായിക്കാം. എന്താണ് ഇദ്ദേഹം പറയാനായിട്ട് പോകുന്നത്? നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത്, എന്താണ് പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം? കൺക്ലൂഡ് ചെയ്യുകയാണ് അവന്. ഏറ്റവും അവസാനം പറഞ്ഞു, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത്, ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യങ്ങൾ ചിന്തിക്കണം. പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് വന്നപ്പോൾ ചിലത് കാണുവാനും ചിലത് കേൾക്കുവാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിത്യജീവനായി നിയമിക്കപ്പെടാത്തവർ ഇവർ വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം കുറേ കാര്യങ്ങളൊക്കെ അവർ കണ്ടു, കാണാനും ഉണ്ടായിരുന്നു, കേൾക്കാനും ഉണ്ടായിരുന്നു. ഇതെന്താണ് നിങ്ങളിപ്പോൾ കാണുകയും ചെയ്തത്, കേൾക്കുകയും ചെയ്തത് എന്താണ് എന്ന് പത്രോസ് വിശദീകരിച്ച് പറയുകയാണ്. അതാണ് പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗം. ഈ സംഭവത്തിന് പിന്നിലെ ആത്മീയ മർമ്മം. ഓക്കെ, ഇനി പത്രോസിൻ്റെ ആദ്യത്തെ വാചകം വായിക്കാം നമുക്ക്. 2:5.
പത്രോസ് ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത് പരിഹാസികളെയാണ്. നിങ്ങളെ പരിഹസിച്ച ആൾക്കാരുണ്ടല്ലോ, അവരെ ആദ്യം അഡ്രസ്സ് ചെയ്തു. പത്രോസ് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവർ അല്ല. ഒറ്റ വാചകം. അപ്പോൾ അവരെ പരിഹസിച്ചവർക്കുള്ള പത്രോസിന് മറുപടി ഒറ്റ വാചകമാണ്. മറ്റുള്ളവർക്കും ഒരു വാചകത്തിൽ പത്രോസ് മറുപടി പറയുന്നുണ്ട്. ഇവരോടുള്ള പത്രോസിന് മറുപടി ഒറ്റ വാചകമാണ്, ഇവർ ലഹരി പിടിച്ചവർ അല്ല, 3 മണി നേരമേ ആയുള്ളൂ. ഇത് നേരം വെളുത്തതേ ഉള്ളൂ എന്നർത്ഥം. നേരം വെളുത്തതേ ഉള്ളൂ, എഴുന്നേറ്റപ്പം മുതൽ കള്ളു കുടിച്ചാലും ഇത്രത്തോളം ഉണ്ടാകാൻ സാധ്യത ഇല്ലാന്നർത്ഥം. ഞാനത് അവിടെ അങ്ങ് പോവുകയാണ്. ഇനിയും ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ കേട്ടു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, വേറെ കൂട്ടരല്ലേ. അവരോട് പത്രോസ് പറഞ്ഞു, തുറന്ന് വായിച്ചോ. ഓക്കെ, അവരോട് പറഞ്ഞു, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്രേ. അപ്പോൾ ഒരു കൂട്ടരോട്, അവരെ പരിഹസിച്ചവരോട് ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു, ഇത് വീഞ്ഞു കുടിച്ചു മത്തറായൻ്റെ അനുഭവം അല്ല, ഇവർ വീഞ്ഞു കുടിച്ചതല്ല, അതല്ല പ്രശ്നമെന്ന് പറഞ്ഞത്. മറ്റൊരു കൂട്ടരോട്, ഏതാണ്, അന്യഭാഷ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയവരോട് പറഞ്ഞു, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ്. അപ്പോൾ ഇതെന്തല്ല, വീഞ്ഞു കുടിച്ചതിൻ്റെ അനുഭവമല്ല. എന്താണ്? യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ്. അപ്പോൾ ഒറ്റ വാചകം, പരിഹസിച്ചോടൊരു വാചകം, മറ്റവരോട് വേറെ വാചകം. എന്നാൽ ഇനി മറ്റവരോടുള്ളൊരു പ്രത്യേകത, അതായത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ കേട്ടു എന്ന് പറഞ്ഞവർ, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, അവരോട് ഈ യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്ര എന്ന് പറഞ്ഞിട്ട് അത് എന്താണെന്ന് അദ്ദേഹം ഒന്ന് വിശദീകരിച്ച് പറയുക. എന്താണ് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്? അത് എങ്ങനെയാണ് ഈ ഇന്നത്തെ ദിവസം നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത്? അതുവരെയുള്ള യോവേൽ പ്രവാചകൻ മുതൽ ഇങ്ങോട്ട് യേശുക്രിസ്തു വരെയുള്ള സംഭവങ്ങൾ വളരെ ചുരുക്കമായി. ഒന്ന്, യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എന്താണ് അരുളി ചെയ്തത്, അദ്ദേഹം അത് പറയുന്നു. അതിനുശേഷം യോവേൽ പ്രവാചകൻ മുതൽ ഈ യേശുക്രിസ്തു വരെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് പത്രോസ് ഒന്ന് പറയുക ചെയ്യുന്നത്. നമുക്ക് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വീട് വായിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ വായിക്കുന്നില്ല, നമുക്ക് പിന്നീട് നമുക്കത് വായിക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഈ യോവേൽ പ്രവാചകൻ അരുളി ചെയ്തത്രേ, യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്രേ എന്ന് ഇദ്ദേഹം പറയാനുള്ള കാരണം എന്താ? യഥാർത്ഥത്തിൽ പത്രോസ് അല്ലെങ്കിൽ ശിഷ്യന്മാർ യെരുശലേമിൽ ഇരുന്നത് യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടാണോ? അതോ യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് ഒരു പ്രവചന നിവൃത്തി ഉണ്ട്, അത് പ്രാപിക്കണം എന്ന് പറഞ്ഞാണ് അവരോട് ഇരുന്നത്? ഇല്ല, അവരോട് യേശു പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. യേശു എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? പിതാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ പിതാവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം. യേശു പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം. ഈ പിതാവിൻ്റെ വാഗ്ദത്തം പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാവരും ലിസ്റ്റ് എടുക്കുന്നില്ല, സമയക്കുറവുള്ളതുകൊണ്ട്. മോശയുണ്ട്, എഗസ്കേലുണ്ട്, അവരൊക്കെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ റെഫറൻസ് ഉണ്ട്. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. യോവേൽ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്രോസ് പെട്ടെന്ന് യോവേൽ പ്രവാചകന്റെ കാര്യം പറയാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെയാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു പറഞ്ഞതുപോലെ ഇത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ സംഭവിച്ചു. രണ്ട്, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞതും യേശു പറഞ്ഞതും ഒരേ കാര്യമാണ്, പിതാവിൻ്റെ വാഗ്ദത്തം. നിങ്ങളത് മറന്നില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച പിതാവിൻ്റെ വാഗ്ദത്തമാണ്, പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. യേശു നമ്മളോടത് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യോവേലിലേക്ക് തന്നെ പത്രോസ് പോകുന്നത്. മാത്രമല്ല, യഹൂദന്മാരെ സംബന്ധിച്ചോളം പെട്ടെന്ന് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങോട്ടാണ്? യോവേൽ പ്രവാചകനിലേക്കാണ്, അദ്ദേഹത്തിനായിട്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ആരാണ് യോവേൽ പ്രവാചകൻ? ഞാനത് യോവേലിൻ്റെ പുസ്തകം പഠിപ്പിക്കാൻ പോകാനല്ല, അതിനുള്ള സമയം നമുക്കിപ്പോഴില്ല. വേഗത്തിൽ നമുക്കൊന്ന് പോയി ഈ യോവേലിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അന്ന് പിന്നെ അവസാനമാകും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും ക്ലാസ്. ഈ യോവേൽ പ്രവാചകൻ എന്നാണ് ജീവിച്ചിരുന്നത് നമുക്ക് അത്ര വലിയ കൃത്യമായിട്ടുള്ള അറിവ് നമുക്കില്ല. കാരണം യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എന്ന് ജീവിച്ചിരുന്നതിൻ്റെ കാര്യമായ തെളിവുകളൊന്നും കൃത്യമായ തെളിവുകൾ നമുക്കില്ല.
എങ്കിലും ബാബേൽ പ്രവാസകാലത്തിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. അതിനുശേഷമാണ് ജീവിച്ചിരുന്നത് എന്ന് പറയുന്ന വേദപണ്ഡിതന്മാരും ഉണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ 2-3 അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ചിന്തിച്ചോണം. എല്ലാത്തിനും അങ്ങനെയൊക്കെ ഉണ്ട്. പൊതുവേ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പൊതുവേ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എല്ലായിടത്തും അങ്ങനെയാണ്. പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഡേറ്റ് പറയുമ്പം, കാലം പറയുമ്പോൾ ഒക്കെ അങ്ങനെ ആയിരിക്കും. അപ്പം യോവേൽ പ്രവാചകൻ നമുക്കിങ്ങനെ അങ്ങ് എടുക്കാം. യോവേൽ പ്രവാചകൻ ബാബേൽ പ്രവാസത്തിൻ്റെ കാലത്തിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്നതാണ്. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, മനോഹരമായി എഴുതാൻ കഴിയുന്ന ആളാണ്. നിങ്ങൾ യോവേൽ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? എന്നത് വായിക്കണം, സ്വസ്ഥമായിട്ടിരുന്നെന്ന് വായിക്കണം. വളരെ മനോഹരമായി വാചാലമായി എഴുതാൻ കഴിയുന്ന ഒരാളായിരുന്നു യോവേൽ പ്രവാചകൻ. അദ്ദേഹം ആരാണ് നമുക്ക് അറിഞ്ഞുകൂടാ. പെതുവേലിൻ്റെ മകൻ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പെതുവേൽ ആരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ പെതുവേലിൻ്റെ മകൻ ആരാണെന്ന് പറഞ്ഞ് നമുക്ക് യാതൊരു ഐഡിയയില്ല. അദ്ദേഹം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് വ്യക്തമായ ധാരണ നമുക്ക് ഇല്ല. ബാബേൽ പ്രവാസ കാലഘട്ടത്തിന് മുമ്പായിരിക്കാം അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നമുക്ക് യോവേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുകയല്ല, ഞാൻ പറഞ്ഞു ആദ്യം, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ യഹൂദ രാജ്യം, അദ്ദേഹം യഹൂദ രാജ്യത്തോട് പ്രവചന ശുശ്രൂഷ നടത്തിയിരുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ യഹൂദ രാജ്യം സാമ്പത്തികമായി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ശത്രു രാജ്യങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും പല ശത്രു രാജ്യങ്ങൾ അവരെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതൊക്കെ ആ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കഴിയും. മൂന്നാമത്തെ കാര്യം, അപ്പോൾ സാമ്പത്തികമായ ക്ഷീണം അവർക്കുണ്ട്. ശത്രു രാജ്യങ്ങൾ അവരെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൂടാതെ ഒരു വെട്ടുക്കിളിയുടെ വലിയ ശല്യം ഉണ്ടായി. അപ്പോൾ ഓർക്കണം, പഴയ നിയമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇയ്യോബിനെ പറ്റി നമ്മൾ പറയുമ്പോൾ, ഇയ്യോബിനുണ്ടായ നാശനഷ്ടങ്ങളെപ്പറ്റി പറയുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ട്, ഇയ്യോബിൻ്റെ കന്നുകാലികൾ പോയി, വേലക്കാർ മരിച്ചു, ഇതൊക്കെയല്ലേ പറയുന്നത്. ഇയ്യോബിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഷെയർ തകർന്നു, അത് പറയുന്നുണ്ടോ? അത് പറയുന്നില്ല. ഇയ്യോബ് ബാങ്കിൻ്റെ ലോക്കറിൽ വെച്ചിരുന്ന സ്വർണ്ണവാരൻ്റെ എടുത്തുകൊണ്ട് പോയി, അത് പറയുന്നുണ്ടോ? ഇല്ല. ഇയ്യോബ് പൈസ ഇട്ടിരുന്ന ബാങ്ക് പൊട്ടിപ്പോയി, അതിനെപ്പറ്റി പറയുന്നുണ്ടോ? ഇതൊന്നും പറയുന്നില്ല. കാരണം ഇതൊന്നും അന്നത്തെ കാലത്ത് സമ്പത്തല്ല, അതൊന്നുമില്ല. അന്നത്തെ സമ്പത്തെന്ന് പറഞ്ഞാൽ കന്നുകാലികള്, കൃഷിയിടങ്ങള്, ദാസീദാസന്മാർ, ഇതൊക്കെയാണ് അന്നത്തെ സമ്പത്ത്. അബ്രഹാമിനെ പറ്റി പറയുമ്പോഴും അബ്രഹാം വലിയ സമ്പന്നനായിരുന്നു പറയുമ്പോഴും എല്ലാം പറയുന്നതെല്ലാം മൃഗസമ്പത്തും ദാസന്മാരും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ യോവേലിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സമ്പത്തെന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷി ചെയ്ത് അവർക്ക് കൃഷിയിടങ്ങളിൽ നിന്നുള്ള ഫലം ശേഖരിച്ച് വെച്ചെങ്കിൽ മാത്രമേ അടുത്തൊരു വർഷം അവർക്ക് ജീവിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ അവർ പട്ടിണിയായിപ്പോവും. അപ്പോൾ സാമ്പത്തികമായ ക്ഷീണാവസ്ഥയിലായിരുന്നു യഹൂദ രാജ്യം. രണ്ടാമത് ശത്രുക്കളുടെ ആക്രമണം അവർക്ക് ഉണ്ടായ ഒരു കാലഘട്ടമാണ്. മൂന്നാമത് വെട്ടുക്കിളിയുടെ ഭയങ്കരമായ ശല്യമുണ്ടായി. ഇവർ കൃഷിയിടങ്ങളെല്ലാം നശിച്ചു. വെട്ടുക്കിളികൾ നക്കി തുടച്ചെടുത്തുകൊണ്ട് പോയി. അടുത്തൊരു വർഷം ഇവർക്ക് പട്ടിണിയാണ് നടത്തുക. എവിടെയെങ്കിലൊക്കെ സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റും. ഉള്ളത് കൊണ്ടൊക്കെ ജീവിച്ചോണം. പട്ടിണിയാണ്. വെട്ടുക്കിളികളെല്ലാം നക്കിയെടുത്തുകൊണ്ട് പോയി. അങ്ങനെ തകർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യോവേൽ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ദൂത് അറിയിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചാലോ? ഒരു വാക്യം, വിശദീകരിക്കാനല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. യോവേൽ 1:12. അപ്പോൾ ഇതാണ് അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ആനന്ദം മനുഷ്യരെ വിട്ട് മാറിപ്പോയി, സകലതും അവർക്ക് നഷ്ടപ്പെട്ടു, ശത്രുക്കൾ അവരെ ആക്രമിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് യോവേൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും അവസാനമായി നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രതികൂലം, വെട്ടുക്കിളികൾ കൂട്ടത്തോടെ വന്ന് നിങ്ങളുടെ കൃഷിയിടങ്ങളെല്ലാം തന്നെ നക്കി തുടച്ചുകൊണ്ട് പോയി. ഇതുപോലെ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ പോകുകയാണ്. ഇതാണ് യോവേലിൻ്റെ ദൂത്. ഇതുപോലെ വെട്ടുക്കിളികൾ നിങ്ങളെ ആക്രമിച്ചതുപോലെ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ പോകുകയാണ്. ശത്രുക്കൾ നിങ്ങളെ ആക്രമിച്ച് നിങ്ങളുടെ ദേശം മുഴുവൻ അവരെ പിടിച്ചെടുക്കാൻ പോവുകയാണ്. 1:6 വായിച്ചാട്ടെ. യോവേൽ 1:6. ശത്രുക്കളുടെ കാര്യമാണ് പറയുന്നത്. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി
എന്റെ ദേശത്തിന് നേരെ, യഹൂദാ ദേശത്തിന് നേരെ വന്നിരിക്കുന്നു. സിംഹിയുടെ അണപ്പല്ല് അതിന് ഉണ്ട്. ഇത് ദൈവത്തിന്റെ ശിക്ഷാവിധിയാണ്. ഇതാ നിങ്ങളുടെ നേരെ വരുന്നു. ഈ വെട്ടുക്കിളി വന്നിരിക്കുന്നത് ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു. ഈ വെട്ടുക്കിളി നിങ്ങളെ തകർത്തതുപോലെ ശത്രുക്കൾ നിങ്ങളെ തകർക്കും എന്നതിൻ്റെ ഒരു മുന്നോടിയായ ഒരു മുന്നറിയിപ്പായി വന്നതാണ്. ഇത് യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇതിനൊരു പരിഹാരമുണ്ടോ? ഒരു പരിഹാരമുണ്ടെന്നും പറഞ്ഞു. യോവേൽ പ്രവാചകന്റെ പരിഹാരം ഞാൻ വാക്യം വായിക്കേണ്ട, നിങ്ങൾ 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, യോവേൽ 2:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇതിൻ്റെ ഒരു പരിഹാരമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ പരിഹാരം ഇതാണ്, ഞാൻ അങ്ങ് പറയാം. ജനമെല്ലാവരും പുരോഹിതന്മാർ ഉൾപ്പെടെ, ആ വാക്യം എടുത്തെങ്കിൽ എന്നാൽ ആദ്യത്തെ ഒരു വാക്യം വായിച്ചു. മതി, അത്ര മതി. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയണം. നിങ്ങൾ മാനസാന്തരപ്പെടണം, ജനം മാനസാന്തരപ്പെടണം. ആ വാക്യങ്ങൾ വായിച്ചാലും മനസ്സിലാകും. സകല ജനങ്ങളും, പുരോഹിതന്മാരുൾപ്പെടെ സകല ജനവും മാനസാന്തരപ്പെടണം, ഉപവസിക്കണം, അനുദപിക്കണം. അങ്ങനെ അവർ ചെയ്താൽ, ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്, അങ്ങനെ അവർ ചെയ്താൽ, അദ്ദേഹത്തിൻ്റെ ദൂത് പറയുകയാണ്, അങ്ങനെ അവർ ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് തിരികെ തരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് തിരികെ തരും എന്ന് മാത്രമല്ല, കൂടുതൽ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഈ എല്ലാം തിരികെ തന്നതിന് ശേഷം ഇനി ഒരു സംഭവം കൂടെ ഉണ്ടാകും. 2:31. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു, ഇതെല്ലാം തിരികെ തരും. നമുക്ക് അതിലൊക്കെ വീണ്ടും പറയാം, എങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിനൊക്കെ വരാം. തിരികെ തരും. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം വരും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരും. അത് നിങ്ങൾ ഓർക്കണേ, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് യോവേൽ പ്രവാചകൻ പറയുന്നത് എന്താണ്? നിങ്ങളെ പുനഃസ്ഥാപിക്കാൻ, മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ഉപവസിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളെ ഇതെല്ലാം പുനഃസ്ഥാപിക്കാം. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ വേറൊരു സംഭവം വരുന്നുണ്ടെന്നാണ്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസമാണ്. അപ്പോൾ യോവേൽ പ്രവാചകൻ പറയുന്നത് യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ 2ാമത്തെ വരവാണ്. നമ്മുടെ കർത്താവിൻ്റെ 2ാമത്തെ വരവുണ്ടാകും. ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. അപ്പോൾ യോവേൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് മാനസാന്തരപ്പെട്ടാൽ 3 കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ ദേശത്തെ ഞാൻ സൗഖ്യമാക്കും. വാക്യം വായിക്കുന്നില്ല, സമയക്കുറവുണ്ട്. 2:24-25 വാക്യങ്ങളിൽ അവൻ പറഞ്ഞു, നിങ്ങളുടെ ദേശത്തെ ഞാൻ സൗഖ്യമാക്കും. വേണമെങ്കിൽ ഒന്ന് വായിച്ചുതരാം, നമുക്ക് എളുപ്പം പോകാം. 2:24-25. അപ്പോൾ അങ്ങനെ കളപ്പുരകളെല്ലാം എന്ത് ചെയ്യും? നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് മാനസാന്തരപ്പെട്ടാൽ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. 2ാമത്, നിങ്ങൾക്കൊരു ആത്മീയ പുനഃസ്ഥാപനം ഉണ്ടാകും. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ആത്മീയ പുനഃസ്ഥാപനം ഉണ്ടാകും. അത് 2ാമത്തെ കാര്യമാണ്. 1ാമത്, നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ദേശത്തെ ഞാൻ സൗഖ്യമാക്കും. 2ാമത്, ആത്മീയ പുനഃസ്ഥാപനം ഉണ്ടാകും. 3ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടും. നിങ്ങളുടെ രാജ്യം പുനഃസ്ഥാപിക്കും. അങ്ങനെ 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. 3 കാര്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പറയും. എന്നാൽ ഈ മറ്റു പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ, അത് കേട്ടതുപോലെ തന്നെ ഈ യഹൂദ ജനം ഇതിന് വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല. അതുകൊണ്ട് ബാബേൽ സാമ്രാജ്യം ഇവരെ ആക്രമിച്ച് ഇവർ ബാബേൽ സാമ്രാജ്യത്തിലേക്ക് പ്രവാസികളായിട്ട് പോയി. ഏകദേശം 70 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ തിരിച്ചു വന്ന് ദൈവം, നിങ്ങൾക്കറിയാം, ദൈവം അവരുടെ ദേശത്തെ സൗഖ്യമാക്കി. അവരുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറഞ്ഞു. അതിനുശേഷം നടക്കേണ്ട 2ാമത്തെ കാര്യമാണ് പറഞ്ഞത്, അവരെ ആത്മീയമായി പുനഃസ്ഥാപിക്കും. വായിക്കാം, യോവേൽ 2:28-29. അപ്പോൾ അവിടെ പറഞ്ഞ അതിൻ്റെ ശേഷമോ എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ നിങ്ങളുടെ ദേശത്തെ സൗഖ്യമാക്കും, നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയ്ക്കും, നിങ്ങളെ ഭൗതികമായിട്ട് ഞാൻ അനുഗ്രഹിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോകാൻ ഞാൻ യോവേൽ പ്രവചനം പഠിപ്പിക്കുകയല്ല, അതുകൊണ്ട് ഞാൻ ആ സംഭവങ്ങളിലേക്ക് വ്യാഖ്യാനങ്ങളിൽ പോകുന്നില്ല. അത് കഴിയുമ്പോൾ ആത്മീയമായ പുനഃസ്ഥാപനം ഉണ്ടാകും. എങ്ങനെയാണ് ആത്മീയമായി പുനഃസ്ഥാപിക്കുന്നത്? ഒന്നോടെ തുടക്കം മുതൽ വായിച്ചു, 28-29. ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ആരുണ്ടാവും?
ഉറക്കെ പറഞ്ഞെല്ലാവരും ആരുണ്ടാവും? ഒരു രക്ഷിത ഗണം. എവിടെ ഉണ്ടാകും? യെരുശലേമിലും സിയോൻ പർവ്വതത്തിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ 32-ാമത്തെ വാക്യം അതൊന്നുള്ളത് വായിച്ചാട്ടെ. മതി മതി മതി, കുറച്ചോടെ വായിക്കണം. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ, യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. അവിടെ രക്ഷിക്കപ്പെടും എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, എബ്രായ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രക്ഷപ്പെടും, വിടുതൽ പ്രാപിക്കും എന്നാണ്. വിടുതൽ പ്രാപിക്കും. അപ്പോൾ യഹോവയെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും വിടുതൽ പ്രാപിക്കും. എവിടെ നിന്നാണ് വിടുതൽ പ്രാപിക്കുന്നത്? 30-31 വാക്യം. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും. അതിനു മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. അപ്പോൾ യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസത്തിൽ നിന്നും യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും എന്ത് ചെയ്യും? വിടുതൽ പ്രാപിക്കും. അപ്പോൾ നമ്മൾ പുതിയ വിശ്വാസികളായിരിക്കും. നമ്മൾ കർത്താവിൻ്റെ വരവിനെ വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. നമ്മൾ എടുക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ കാത്തിരിക്കുക. പഴയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചോളം അത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസമാണ്. അപ്പോൾ അതിനർത്ഥം പഴയ നിയമ ആൾക്കാർക്ക് വെളിപ്പാട് കുറവായിരുന്നു എന്നാണോ? ഇത് രണ്ടും ശരിയാ. നമ്മൾ മറ്റേ വശം ചിന്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഏതാണ്? കർത്താവിൻ്റെ വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലുതും ഭയങ്കരവുമായ ദിവസം. അതില്ലെന്നല്ല എന്നർത്ഥം. പഴയ നിയമത്തിലുള്ളവർക്ക് തെറ്റിപ്പോകുന്നല്ല എന്നർത്ഥം എന്ന് പറയുന്നത്. അത് ആ ദിവസം അങ്ങനെ തന്നെയാണ്. ഇവിടെ നമുക്കൊരു പ്രത്യാശ, നമ്മൾ എടുക്കപ്പെടുമെന്നുള്ളൊരു പ്രത്യാശ ഉണ്ട്. അത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം മറ്റേതില്ലെന്നല്ല. അത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം തന്നെയാണ്. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൻ്റെ ഭയങ്കരത്വത്തിൽ അവൻ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ആ ദിവസത്തിൻ്റെ ഭയങ്കരത്വത്തിൽ നിന്നും അവൻ എന്ത് ചെയ്യും? അവൻ വിടുവിക്കപ്പെടും. പോയിന്റ്. ഇനി ആരാണ് വിടുവിക്കപ്പെടുന്നത് നമുക്ക് നോക്കണമല്ലോ. അടുത്തൊരു വാക്കും കൂടെ നോക്കി നമുക്ക് ആരാണ് വിടുവിക്കപ്പെടുന്നത് നോക്കാം. 32-ാമത്തെ വാക്യം വീണ്ടും വായിക്കാം നമുക്ക്. യഹോവ അരുളിച്ചതുപോലെ ഇവിടെ 2 കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു വാക്യത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന്, സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും ഒരു രക്ഷിത ഗണം. അതൊരു കൂട്ടം ആൾക്കാരാണ്. രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറയുന്ന ആരാണ്? യഹോവ വിളിപ്പാനുള്ളവർ. ഈ 2 കൂട്ടരും വന്ന് എന്ത് ചെയ്യും? വിടുവിക്കപ്പെടും. ഈ 2 കൂട്ടരും രക്ഷപ്പെടും. ആ 2 കൂട്ടരും യഹോവയുടെ ഭയങ്കരത്തിൽ നിന്നും, യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരുമ്പോൾ ആ ഭയങ്കരത്തിൽ നിന്നും ഇവർ 2 കൂട്ടരും രക്ഷിക്കപ്പെടും. എങ്ങനെ രക്ഷിക്കപ്പെടും? യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ച. ഇനി നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ രക്ഷിത ഗണം എന്ന് പറഞ്ഞൊരു വാക്ക് പറയുന്നുണ്ടല്ലോ, ഇല്ലേ? പറയുന്നില്ലേ? നിങ്ങൾ വേഴ്സ് നോക്കിയോ നോക്കിയേ. അപ്പോൾ ഈ രക്ഷിത ഗണം എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം, എബ്രായ വാക്ക് എൻ്റെ ഉണ്ട്, ഞാനത് പറയാത്തതാണ്, അത് വേണ്ടാന്നുള്ളതുകൊണ്ട്. രക്ഷിത ഗണം എന്ന് പറയുന്നിടത്ത് എബ്രായ വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശേഷിപ്പ്. മലയാളത്തിൽ അതുകൊണ്ടാണ് രക്ഷിത ഗണം എന്നെഴുതിയിരിക്കുന്നത്. ട്രാൻസ്ലേഷൻ തെറ്റല്ല, ശരിയാ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശേഷിപ്പുണ്ടാകും. രക്ഷിക്കപ്പെട്ട ഒരു ശേഷിപ്പ്, കുറച്ച് കൂട്ടം ആൾക്കാർ, ഒരു ശേഷിപ്പ്, കുറച്ച് കൂട്ടം ആൾക്കാർ. എവിടെയാണ് ഇവരുണ്ടാകുന്നത്? രക്ഷിക്കപ്പെട്ട കുറച്ച് ആൾക്കാർ, രക്ഷിത ഗണം, ഒരു ശേഷിപ്പ് സിയോനിലും യെരുശലേമിലും ഉണ്ടാകും. ആരാ സിയോനിലും യെരുശലേമിലും ഉള്ളത്? യഹൂദന്മാർ. യോവേൽ പ്രവാചകൻ ഇത് പറയുന്നുള്ളവർക്കണം. സിയോനിലും യെരുശലേമിലും ഉള്ളവരാരാണ്? യഹൂദന്മാർ. യഹൂദന്മാരുടെ ഇടയിൽ ആരുണ്ടാകും? ഒരു ശേഷിപ്പുണ്ടാകും. എങ്ങനെ ശേഷിപ്പാണ്? ഒരു രക്ഷിക്കപ്പെട്ടവരുടെ ഒരു ശേഷിപ്പുണ്ടാകും. യഹൂദന്മാരും രക്ഷിക്കപ്പെടും.
ആത്മീയ പുനഃസ്ഥാപനം മറന്നു പോരുത്. യോവേൽ പ്രവാചകൻ പറഞ്ഞ 3 പുനഃസ്ഥാപനമാണ്. ഒന്ന് ദേശത്തെ സൗഖ്യമാക്കും, അത് ഭൗതികമായിട്ട് അനുഗ്രഹിക്കും. രണ്ടാമത് ആത്മീയ പുനഃസ്ഥാപനം ഉണ്ട്. മൂന്നാമത് ദേശത്തിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടും. ആത്മീയ പുനഃസ്ഥാപനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരുന്നു. യഹോവയുടെ നാം വിളിച്ചപേക്ഷിക്കപ്പെടുന്ന യഹൂദന്മാരിൽ ഒരു ശേഷിപ്പ് യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസത്തിൻ്റെ ഭയങ്കരത്വത്തിൽ നിന്നും അവരെന്ത് ചെയ്യും? വിടുവിക്കപ്പെടും. ഒരു കൂട്ടം ആൾക്കാരാണ്. പത്രോസ് അതാണ് അതിനകത്ത് പറയുന്നത്. അവർക്ക് വിടുതലുണ്ട്, നിങ്ങളിലൊരു ശേഷിപ്പിന് വിടുതലുണ്ട്. ഇപ്പം നമ്മുടെ കാര്യമോ അവിടെ പറയുന്നുണ്ട്. അതേ വാക്യത്തിൽ നമ്മുടെ കാര്യവും പറയുന്നുണ്ട്. വായിച്ചേ, വീണ്ടും വായിച്ചേ ലാസ്റ്റ് ഭാഗം. ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും. യഹൂദന്മാരെ മാത്രമല്ല രക്ഷിക്കുന്നത്, അവൻ പിന്നീട് വിളിച്ച് ചേർക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇത് പഴയ നിയമത്തിൽ യോവേൽ പറയുകയാണ്. യഹോവ വിളിപ്പാനുള്ളവർ, യഹോവ വിളിച്ച് ചേർക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരും എന്തു ചെയ്യും? യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസത്തിൻ്റെ ഭയങ്കരത്തിൽ നിന്നും രക്ഷ പ്രാപിക്കും, രക്ഷിക്കപ്പെടും. യോവേൽ പ്രവാചകന്റെ പിന്നെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം, ആ ദിവസത്തിന് മാത്രം മാറ്റി, ഇത് ഭാവിയിൽ പറഞ്ഞതാണല്ലോ, കർത്താവിൻ്റെ വരവാണ്, അത് മാത്രം മാറ്റി നിർത്തിയാൽ നമുക്ക് ഇത്രയൊക്കെയാണ് പറഞ്ഞത്. ഒന്ന്, മശിഹയിൽ വിശ്വസിക്കുന്ന എല്ലാവരും സകലിലും പരിശുദ്ധാത്മാവിനെ പകരുന്ന നാൾ വരും. നോക്കണം, യോവേൽ പ്രവാചകൻ പറയുന്ന പ്രവചനം മശിഹയുടെ വരവിങ്കിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാണ് പറയുന്നത്. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനെ പകരുന്ന നാൾ വരുന്നു. രണ്ടാമത്, അങ്ങനെ പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ അത് മശിഹയുടെ കാലഘട്ടമാണ് എന്നതിന് തെളിവെന്ന് പറയുന്നത് പ്രായഭേദമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, സമൂഹത്തിലെ സ്ഥാനത്തിന് വ്യത്യാസമില്ലാതെ, ദാസനും ദാസിക്കും യജമാനും എല്ലാം ഒരുപോലെ തന്നെ ആത്മാവിൻ്റെ പകർച്ച ലഭിക്കും. യഹോവയുടെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ ഭയങ്കരത്തിൽ നിന്നും രക്ഷ പ്രാപിക്കും. അതിൽ 2 കൂട്ടരുണ്ടാകും. ഇതൊക്കെയാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞത്. യഹൂദിൻ്റെ രക്ഷയുണ്ടാകും, ജാതിയൻ്റെ രക്ഷയുണ്ടാകും. നമ്മൾ വീണ്ടും പത്രോസിൻ്റെ പ്രസംഗത്തിലേക്ക് വരികയാണ്. പത്രോസ് ഈ വേദഭാഗമാണ് കോട്ട് ചെയ്തത്. ഈ വേദഭാഗമാണ് യോവേലിൻ്റെ, ഈ വേദഭാഗമാണ് പത്രോസ് കോട്ട് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞു, പത്രോസ് കൂടെയുള്ളവരും അന്യഭാഷ പറഞ്ഞു. പത്രോസ് എഴുന്നേറ്റ് നിന്നു, അവിടെ ചേർന്ന് പ്രസംഗിച്ചു. പത്രോസിൻ്റെ പ്രസംഗം അന്യഭാഷയിൽ ആയിരുന്നില്ല. അന്യഭാഷ നേരത്തെ പറഞ്ഞു, പ്രസംഗം പക്ഷേ അന്യഭാഷയിലല്ല പറഞ്ഞത്. അതിൻ്റെ ഭാഷ എന്തായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഗ്രീക്കായിരിക്കാം. ആദ്യം പത്രോസ് പറഞ്ഞത് ഇവർ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചവരല്ല എന്ന് പറഞ്ഞു. അതാണ് ആദ്യം പറഞ്ഞു. അവർക്കുള്ള മറുപടി ഒറ്റ വാചകത്തിൽ അത് പറഞ്ഞ് നിർത്തി. രണ്ടാമത് പത്രോസ് പറഞ്ഞു ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണെന്ന് പറഞ്ഞു. ഇനിയും യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് എങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അതിപ്പോൾ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത്, ഇതാണ് പത്രോസ് വിശദീകരിച്ച് പറയുന്നത്. എങ്ങനെ ഇപ്പോഴത്തെ സംഭവത്തിലേക്കത് വന്നിരിക്കുന്നു. അപ്പോൾ നോക്കണം, യോവേൽ പ്രവാചകൻ്റെ പ്രവചനത്തെക്കുറിച്ചുള്ള യഹൂദന്മാരുടെ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് ഇത് മശിഹാ യുഗത്തിൽ സംഭവിക്കും എന്നാണ്. യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിക്കും, ഇതെല്ലാം മശിഹാ യുഗത്തിൽ സംഭവിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പത്രോസ് പറയുകയാണ്, യോവേൽ പ്രവാചകന്റെ പ്രവചനം ഇപ്പോൾ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എന്താണ്? മശിഹായുഗം വന്നിരിക്കുന്നു എന്നാണ്. ഇങ്ങനത്തെപ്പാൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രസംഗിച്ച് വരികയാണ് പത്രോസ്. ഇങ്ങനെ പത്രോസ് പറഞ്ഞത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പത്രോസ് പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് ഇത് മശിഹായുഗത്തിൽ സംഭവിക്കുമെന്നായിരുന്നു നമ്മുടെ വിശ്വാസം. മശിഹായുഗത്തിൽ നിവർത്തിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മശിഹായുഗം വന്നിരിക്കുന്നു എന്നാണ്. മശിഹായുഗം വന്നിരിക്കും. പത്രോസിൻ്റെ പ്രസംഗം അവസാനിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. അവിടെയാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, അവിടെയാണ് ലാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് എവിടെയെങ്കിലും തുടങ്ങി
ഉൽപ്പത്തി തുടങ്ങി ഇഷ്ടമുള്ളിടത്തൂടെ എല്ലാം കറങ്ങി വെളിപ്പാടിൻ്റെ അകത്ത് ആമേൻ കർത്താവ് വേഗം വരണമെന്ന് പറഞ്ഞ് നിർത്തുന്ന സംഭവമല്ല. അങ്ങനെ ആരും പ്രസംഗിച്ചിട്ടില്ല. പത്രോസിൻ്റെ പ്രസംഗം വളരെ ലോജിക്കാണ്, അടുക്കും ചിട്ടയാണ് പറയുന്നത്. ഏറ്റവും അവസാനം പത്രോസ് പറഞ്ഞ് നിർത്താൻ പോകുന്നതെന്ന് അറിയാമോ? ആ മശിഹ യേശു ക്രിസ്തുവാണ്. ഇത് പറയാനാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത്. അടുക്കും ചിട്ടയായിട്ട് പറയുകയാണ്. നിങ്ങൾ പറയുന്ന യോവേൽ പ്രവചനം നിവർത്തിക്കപ്പെടുന്ന മശിഹ യുഗത്തിലാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, മശിഹ യുഗത്തിലാണ്. പക്ഷേ യോവേൽ പ്രവചനം ഇപ്പോൾ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഇത് മശിഹ യുഗം ആണ്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ആരാണ്? അവൻ മശിഹ ആണ്. ഇനി യോവേൽ പ്രവാചകൻ പറഞ്ഞപ്പോൾ രണ്ട് കൂട്ടരിലേക്ക് ആത്മാവിൻ്റെ പകർച്ച രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഒന്ന്, സിയോനിലും യെരുശലേമിലും യഹോവയുടെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഒരു രക്ഷിത ഗണം, രക്ഷിക്കപ്പെടുന്നവരുടെ ഒരു ശേഷിപ്പ്. രണ്ടാമത്, യഹോവ ദൈവം വിളിച്ച് വേർതിരിക്കുന്ന, അവൻ വിളിച്ചു കൊണ്ടുവരുന്ന ഇവരുടെ ഒരു കൂട്ടർ. ബാക്കി നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10:46-47. കൊർന്നല്യോസിന്റെ വീട്ടിലാ സംഭവം. കൊർന്നല്യോസ് വീട്ടിൽ ജാതീയനാണ്, ജാതീയൻ. അപ്പോൾ സംഭവയുടെ പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. അവർ അന്യഭാഷയെ സംസാരിച്ചു. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരെല്ലാം ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിച്ചു. പത്രോസ് പ്രസംഗിച്ചപ്പോൾ, അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്, ആരെയും കൈവച്ച് പ്രാർത്ഥിച്ചതൊന്നുമില്ല, നിർബന്ധമായിട്ട് അന്യഭാഷ പറയാൻ നിർബന്ധിച്ചതുമില്ല. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. ആരുടെ മേലാണ്? ജാതിയരുടെ മേൽ ആത്മാവ് വന്നു. ജാതിയർ അന്യഭാഷയെ സംസാരിക്കാൻ തുടങ്ങി, ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പത്രോസ് പറഞ്ഞു, വായിച്ചാട്ടെ. പ്രത്യേകപ്പെടുത്തി എഴുതിക്കുന്ന ഓരോ വാചകങ്ങളും എനിക്കിപ്പോൾ നിൽക്കാൻ സമയമില്ല. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ യഹൂദന്മാരെന്നർത്ഥം. അവർ ഭയങ്കര കൂടിയ ആൾക്കാരാണ്, അവർക്ക് മാത്രമുള്ള സാധനമാണ് ആത്മാവെന്ന് വിചാരിച്ചാണ് അവർ വന്നിരിക്കുന്നത്. പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകരുന്നത് കണ്ട് ഇതിവിടെയും പകരുമെന്ന് അവർക്ക് മനസ്സിലായി. ജാതികളുടെ മേലും പകരുമെന്ന് മനസ്സിലായി. ഇതിൻ്റെ അടുത്ത വാചകം നോക്കിയേ. അപ്പം നമ്മെപ്പോലെ ഇവരും പരിശുദ്ധാത്മാവ് പ്രാപിച്ചതുകൊണ്ട് അവരെയും ദൈവം രക്ഷയ്ക്കായി വിളിച്ചു ചേർത്തിരിക്കുന്നു എന്ന് നമുക്ക് നിശ്ചയിക്കാം, തീർച്ചയാക്കാം. ഇതല്ലേ പത്രോസ് പറഞ്ഞത്? ഇതല്ലേ അവർ പറഞ്ഞതിൻ്റെ അർത്ഥം? ആത്മാവ് ഇവരുടെ മേൽ പകർന്നത് കൊണ്ട്, അന്യഭാഷയിൽ അവർ സംസാരിച്ചത് കൊണ്ട്, അന്യഭാഷ അടയാളത്തോടുകൂടി ഇവർ ആത്മപകർച്ച പ്രാപിച്ചതുകൊണ്ട് ഈ ജാതീയരായി ഇവരെയും രക്ഷയ്ക്കായി ചേർത്തിരിക്കുന്നു, രക്ഷയ്ക്കായി അവരെ കൂടെ വിളിച്ച് ചേർത്തിരിക്കുന്നു എന്ന് നമുക്ക് നിശ്ചയിക്കാം, തീർച്ചയാക്കാം. അപ്പോൾ ആത്മാവിൻ്റെ പകർച്ച രക്ഷയ്ക്കായി നമ്മളെ ചേർത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇനിയും ഞാനിനി അധികം വായിക്കാൻ എനിക്ക് സമയമില്ല, എങ്കിലും ഞാൻ ഒന്നുകൊണ്ട് വേദഭാഗം നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാം. എന്നിട്ട് നമുക്ക് നിർത്താം. അപ്പോസ്തല പ്രവൃത്തി 2:22-23 ഒരു വേദഭാഗം കൂടെ. അപ്പോസ്തല പ്രവൃത്തി 2:32-33 വാക്യങ്ങൾ. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികൾ ആകുന്നു. ഓർക്കുന്നുണ്ടല്ലോ, ആത്മാവിൻ്റെ ശക്തി പകരുന്ന എന്തിനു വേണ്ടിയാണ്? സാക്ഷികളാകാൻ വേണ്ടിയാണ്. വായിച്ചോ. ആ പത്രോസിന്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാനത് പറഞ്ഞങ്ങ് പോകാം. ഒന്ന്, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ നടുവിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം അവനെ മശിഹ ആണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളം കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളുടെ പ്രത്യേകത എവിഡൻസ് ബേസ്ഡ് ആണ്, എവിഡൻസ് ആണ്. അതുകൊണ്ടാണ് മശിഹ ആണ് നിങ്ങൾ കാണിച്ചു തന്നു. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ച് കൊന്നു. എന്നാൽ ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് സ്വർഗാരോഹണം ചെയ്തു പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നമുക്ക് പകർന്ന് തന്നു. ഇതാണ് പത്രോസിൻ്റെ പ്രസംഗം. ഇതിന് പത്രോസ് ഏറ്റവും അവസാനം പറയുകയാണ് 2:36, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ക്രിസ്തുവിനെ മശിഹയുമാക്കി വെച്ചു. ക്രിസ്തു എന്നുള്ളത് ഗ്രീക്കാണ്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും
മശിഹയും ആക്കി വെച്ചു. അപ്പോൾ യോവേൽ പ്രവാചകന്റെ പ്രവചനം മശിഹായുഗത്തിൽ നിവർത്തിക്കപ്പെടുമെന്നുള്ള നിങ്ങളുടെ വിശ്വാസം ശരിയാണ്, ഞാൻ ഖണ്ഡിക്കുന്നില്ല. പക്ഷെ യോവേൽ പ്രവാചകന്റെ പ്രവചനം ഇപ്പോൾ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മശിഹായുഗം ആരംഭിക്കപ്പെട്ടിരിക്കുന്നു. മശിഹായുഗം ആരംഭിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് യേശു ക്രിസ്തു, നിങ്ങൾ ക്രൂശിച്ചവനായ യേശു ക്രിസ്തു മശിഹയാണ് എന്നതാണ്. ആകയാൽ വായിച്ചോ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ, ഈ യേശുവിനെ ദൈവം നിങ്ങളുടെ മശിഹയാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ജനമെല്ലാം അറിഞ്ഞോട്ടെ. ഇവിടെ പത്രോസ് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. യേശുവാണ് മശിഹ. ഇത് സാക്ഷിക്കുവാനാണ് അവരുടെ മേൽ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടായത്. ധൈര്യത്തോടെ ഇത് സാക്ഷിക്കാനാണ് ആത്മാവിൻ്റെ പകർച്ച ഉള്ളത്. ബാക്കിയുള്ള കാര്യം ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു തീർക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് കേട്ടപ്പോൾ ജനത്തിന് 3 കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 3 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച യോവേൽ പ്രവാചകന്റെ ദൂതിൻ്റെ നിവൃത്തിയാണ്. 2, പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച മശിഹായുഗം വന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. മശിഹായുഗം വന്നിരിക്കുന്നു, നമ്മളിപ്പോൾ ആ യുഗത്തിലാണ് നിൽക്കുന്നത്, അതിൻ്റെ തെളിവാണ്. 3, യേശു ക്രിസ്തു യഹൂദന്മാർ കാത്തിരിക്കുന്ന മശിഹയാണ്. ഇത് മനസ്സിലായ ജനം ചോദിച്ചു, ഞങ്ങൾ യോവേൽ പ്രവാചകന്റെ പ്രവചനം പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങൾ എന്ത് ചോദിക്കുകയല്ലേ? യഹൂദന്മാരാണ്, മറന്നു പോരുത്. ഞങ്ങൾ യോവേൽ പ്രവാചകന്റെ പ്രവചനം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോസ്തലപ്രവൃത്തി 2:37 മുതൽ 40 വരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. നിങ്ങൾ മാനസാന്തരപ്പെടണം, യേശുവിൽ വിശ്വസിക്കണം, സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും, വാഗ്ദത്തം എല്ലാവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അവസാനമായി വാക്യം വായിച്ചിട്ട് നിർത്തട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2:47 അത് വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഇതിൻ്റെ എല്ലാം ഫലം എന്തുണ്ടായി? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടേ ഇരുന്നു. ഇതാണ് പ്രസംഗത്തിൻ്റെ അനന്തരഫലം. അവിടെ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊള്ളുന്നു. ഒരിക്കലും മറന്നു പോരുത്, സഭയോട് ജനത്തെ ചേർക്കുന്നത് കർത്താവാണ്. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ പത്രോസേ നീ പണിയണ്ട, പൗലോസേ നീ പണിയണ്ട, നിൻ്റെ സ്ട്രാറ്റജി ഒന്നും വേണ്ട, ഞാൻ ജനത്തെ സഭയോടെ ചേർക്കും, ഞാൻ എൻ്റെ സഭയെ പണിയും. കണ്ണുകടച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം.